നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 43-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ. മുടക്കമില്ലാതെ വായിക്കുന്നതിനും കേൾക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കണേ. ഓർഡർ ചെയ്തത് മസാല ദോശയായതുകൊണ്ട് അത് തയ്യാറായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അത്രയും സമയം എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമല്ലോ. അതുകൂടി കരുതിയാണ് ബീനമോൾ മസാല ദോശയുടെ കാര്യം പറഞ്ഞത്. അവൾക്കത് വളരെ പ്രിയപ്പെട്ടതാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇത്രയും പറഞ്ഞ് തയ്യാറാക്കിയിട്ടും ഇനിയും രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. ഇനി ബാക്കിയും ഞാൻ തന്നെ പറയേണ്ടി വരുമോ? എന്താ എൻ്റെ റിൻസി മിണ്ടാതിരിക്കുന്നത്? നിനക്ക് സോജൻ ചേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? ഇപ്പോൾ ഇവൾ തന്നെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇടയ്ക്ക് താനൊരു കഥാപാത്രമായി നിൽക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ തന്നെ നേരിട്ട് പറയുകയാണല്ലോ വേണ്ടത്. ഏതായാലും ഒരു സംശയമായി അങ്ങോട്ട് ചോദിച്ചേക്കാം. ബീന ഇതൊക്കെ പറഞ്ഞാലും കൂട്ടുകാരി മൗനവ്രതത്തിലാണല്ലോ. കൂട്ടുകാരി തന്നെ പറഞ്ഞാലല്ലേ ഈ കാര്യത്തിന് ഒരു ഉറപ്പ് വരികയുള്ളൂ. പണ്ട് കല്യാണത്തിന് സമ്മതം മൂളാൻ വേറെ ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണല്ലോ ഇത്. അങ്ങനെ ഒക്കുകയില്ല. ഉള്ള കാര്യം നേരെ തന്നെ പറയണം, എന്നാലേ ശരിയാകത്തുള്ളൂ. എന്നാലേ എൻ്റെ അഭിപ്രായം പറയാനും പറ്റുകയുള്ളൂ. കാര്യം അവൾ പറഞ്ഞറിഞ്ഞു. എന്നിട്ടും തന്നെക്കൊണ്ട് തന്നെ പറയിക്കണമെന്നെന്താ ഇത്ര നിർബന്ധം? സമ്മതമാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഇതൊരു തരം ക്രൂരതയാണ്. തനിക്ക് പറയാൻ മടിയാണ് എന്ന് വിചാരിച്ച് തന്നെക്കൊണ്ട് തന്നെ നിർബന്ധമായും പറയിപ്പിക്കുന്ന രീതി ശരിയല്ല. ബീന പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതല്ലാതെ പ്രത്യേകം ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എനിക്കിഷ്ടമാണ് സോജൻ ചേട്ടനെ. എൻ്റെ ജീവന് തുല്യം. എന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചോ അന്ന് തുടങ്ങിയ ഇഷ്ടമാണ്. അപ്പോൾ ജീവൻ രക്ഷിച്ചതുകൊണ്ട് തുടങ്ങിയ ഇഷ്ടമാണ്. അത് മറ്റേതെങ്കിലും സാഹചര്യം വരുമ്പോൾ മാറിക്കൂടാ എന്നുണ്ടോ? അതുകൊണ്ട് അതുകൂടി ചോദിച്ച് ഉറപ്പുവരുത്തണം. അന്ന് ജീവൻ രക്ഷിച്ചപ്പോൾ തുടങ്ങിയ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതൊരുമാതിരി കടപ്പാടിൽ നിന്നുണ്ടായ ഇഷ്ടമാണോ? ഇപ്പോഴുള്ള ഇഷ്ടം നിലനിൽക്കുമെന്നെന്താ ഉറപ്പ്? അത് പറയുന്നില്ലല്ലോ. അതിനു മുമ്പ് ഇഷ്ടം തോന്നാൻ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. കാണാതെ ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയും? അന്ന് ആദ്യമായി കണ്ടു, അന്നേരം മുതൽ ഇഷ്ടം തോന്നി. അതിനി മറ്റൊരു സാഹചര്യത്തിൽ മാറാൻ വേണ്ടിയുള്ളതല്ല. എനിക്ക് കൂടുതൽ സംസാരിക്കാനും മറ്റും അറിയില്ല എന്നേ ഉള്ളൂ. ആത്മാർത്ഥമായി ഇഷ്ടപ്പെടാൻ അറിയാം. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പെണ്ണിന് പരിപൂർണമായി തന്നോട് ഇഷ്ടമാണ് എന്ന് സോജന് മനസ്സിലായി. തനിക്കും അവളെ ഇഷ്ടമാണ് എന്നത് സത്യമാണ്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷെ നടക്കുമോ എന്ന് കണ്ടറിയാം. തനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിലാണ് അവളുടെ സാമ്പത്തിക സ്ഥിതി. എന്നാൽ പോലും താൻ അവളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്നതാണ് സത്യം. ഞാനന്ന് റിൻസിയെ രക്ഷിച്ചത് പ്രത്യേക ഇഷ്ടം വെച്ചൊന്നുമല്ല. എങ്കിലും അതിനുശേഷം എനിക്കും റിൻസി പറയുന്നത് പോലെ ഇഷ്ടമായി തുടങ്ങി. റിൻസിയുടെ ഈ നാണം കുണുങ്ങി സ്വഭാവം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണോ എന്താണ് എന്നെനിക്കറിയില്ല. ഏതായാലും റിൻസിയെ വളരെ ഇഷ്ടമായതുകൊണ്ടാണ് നിന്നെ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാത്തത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞു സെറ്റിലാക്കി തന്നതിന് രണ്ടുപേരും കൂടി എനിക്ക് നല്ലൊരു ചെലവ് ചെയ്യേണ്ടതാണ്. അത് വെറുമൊരു മസാല ദോശയിൽ തീരേണ്ടതല്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടി ആലോചിച്ച് നിങ്ങൾക്കും ബീനയ്ക്കും ചേർന്ന രീതിയിലുള്ളൊരു സമ്മാനം എനിക്ക് തരേണ്ടതാണ്. ഞാൻ പറയില്ല, എത്ര വില കൂടിയതും തരാം. ബീനയ്ക്കതിൽ വിരോധമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ചെലവായി മസാല ദോശ കഴിച്ച് പിരിയാം. ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതികളെല്ലാം പാളിപ്പോകും. ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ എല്ലായ്പ്പോഴും ഇല്ലെങ്കിൽ തന്നെ എല്ലായ്പ്പോഴും റിൻസി കൂടെ തന്നെ ഉണ്ടല്ലോ. അല്ലെങ്കിലും എൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു? പിന്നെയും പണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ റിൻസിയുടെ കയ്യിലല്ലേ ഉള്ളത്.
വിലപിടിപ്പുള്ളത് വല്ലതും തരാനാണെങ്കിൽ റിൻസിക്കേ കഴിയൂ. നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച് ഉചിതമായ സമ്മാനം ബീനയ്ക്ക് തന്നാൽ മതിയെന്നേ. അത്രയുമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇന്നും നാളെയും ഒന്നും വേണമെന്നില്ലെന്നേ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 3 പ്ലേറ്റുകളിൽ മസാല ദോശയും കൊണ്ട് വെയിറ്റർ അവരുടെ അടുത്തേക്ക് വന്നു. അതുകൊണ്ട് അവരുടെ സംസാരം അവിടെ വെച്ച് മുറിഞ്ഞു. പിന്നെ എല്ലാവരും കിട്ടിയ മസാല ദോശയെ പെട്ടെന്ന് തന്നെ അകത്താക്കി. വന്ന ചായയും പെട്ടെന്ന് തന്നെ കുടിച്ചു. 3 പേരും വൈകാതെ പുറത്തേക്കിറങ്ങി. തിടുക്കത്തിൽ അവർ ബസ് സ്റ്റാൻഡിലെത്തി. ബോർഡ് വെച്ച് കിടക്കുന്ന ഒരു ബസ്സിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബീന പറഞ്ഞു, ആ ബസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാഹനം ഒരു 3 മണിക്കൂറോളം വൈകി മാത്രമേ ഉള്ളൂ എന്ന് അവൾക്കറിയാം. റിൻസി, എനിക്കുള്ള കുറ്റ്യാടി ബസ് അവിടെ ബോർഡ് വെച്ച് കിടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് പോവുകയാണേ. മാനന്തവാടി ബസ് അപ്പുറത്തുണ്ട്. നീ അതിൽ പോയി കയറിക്കൂ. സോജൻ ചേട്ടന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ പിന്നാലെ ഉള്ള വണ്ടിക്ക് വന്നോളും. അതൊന്നും നീ നോക്കണ്ട. അന്നത്തെ പോലെ വഴക്ക് കേൾക്കാൻ നിൽക്കാതെ നീ ഇപ്പോൾ തന്നെ പോയി വണ്ടിയിൽ കയറിക്കൂ. ഏതായാലും ഞാൻ പോകുന്നേ. തിങ്കളാഴ്ച കാണാം. ഇത്രയും പറഞ്ഞ് ബീന ബസ്സിന് നേർക്ക് ഓടി. സോജൻ റിൻസിയോട് ചോദിച്ചു, റിൻസി ആ ബസ്സിന് തന്നെ പോവുകയല്ലേ? ഞാൻ വന്ന ആവശ്യമെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനും ആ വണ്ടിക്ക് തന്നെ വന്നേക്കാം. ഇനി വെറുതെ ഇവിടെ ചുറ്റിക്കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ അവിടെ എത്തുകയും ചെയ്യാമല്ലോ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. കുറ്റ്യാടി വണ്ടി സ്റ്റാൻഡ് വിട്ടു. അവർ രണ്ടുപേരും പോയി മാനന്തവാടി ബസ്സിലും കയറി. ബസ്സിൽ ഇരുന്നപ്പോൾ സോജൻ ആലോചിച്ചു. തൻ്റെ മനസ്സിൽ റിൻസിയോടുള്ള സ്നേഹം അന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ്. ഒരു കാരണവശാലും തനിക്ക് എത്താൻ കഴിയാത്ത കൊമ്പത്താണല്ലോ അവൾ എന്ന വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യായം എന്തൊക്കെ പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ സമ്പത്തിലെ അന്തരം വലിയ വില്ലനാകും. ഏതെങ്കിലും കാരണവശാൽ അവളോട് സംസാരിക്കുകയും അവൾ എതിർപ്പ് പറയുകയും ചെയ്താൽ അത് ആകെ വിഷമമാകുമല്ലോ എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം. ഇന്ന് ആ പ്രശ്നം തീർന്നു കിട്ടി. എന്നാലും ഇനിയും തടസ്സങ്ങളുടെ കടമ്പകൾ ഇഷ്ടം പോലെയാണ് മുമ്പിൽ. പുതുവെള്ളത്തിൽ നീർക്കുമിളകൾ പോലെ കടമ്പകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ചെറിയാച്ചൻ മുതലാളി മാനന്തവാടിയിലെ തന്നെ ഏറ്റവും വലിയൊരു സമ്പന്നനായിരിക്കുന്നു. ആ മുതലാളിയുടെ മകളെ വിവാഹം കഴിക്കാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും തൻ്റെ വീട്ടിലില്ല. മാസം മാസം ഇതേ ചെറിയാച്ചൻ മുതലാളിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ട് കഴിഞ്ഞു പോകുന്ന തനിക്ക് മനസ്സാലെ അങ്ങേര് മകളെ കല്യാണം കഴിപ്പിച്ചു തരികയുമില്ല. ബാക്കിയൊക്കെ റിൻസിയുടെ കഴിവ് പോലെ ഇരിക്കും. അവൾ സ്ട്രോങ് ആയി നിന്നാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവുകയും ചെയ്യും. എന്തായാലും ഒത്തുചേർന്ന് പോകാവുന്ന സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ എന്ന് പല സാഹചര്യങ്ങളിലായി തനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. മനുഷ്യന് ആശിക്കാനല്ലേ വിധിയുള്ളൂ. ദൈവമല്ലേ നടത്തിത്തരുന്നത്. ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. ബസ്സിലിരുന്ന സമയം മുഴുവനും കാര്യങ്ങൾ ആലോചിക്കുകയും ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് പോന്നത്. സമാനമായിരുന്നു റിൻസിയുടെയും അവസ്ഥ. ഇത്ര കാലവും സ്നേഹം തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന വിഷമമായിരുന്നു. ഇന്നിപ്പോൾ തുറന്നു പറഞ്ഞു, സമ്മതവും കിട്ടി. ഇനിയും വിഷമങ്ങൾ കുറേയേറെ തരണം ചെയ്തെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഒന്നായി ജീവിക്കാൻ കഴിയൂ. അമിതമായ ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവളാണ് താൻ. അതുകൊണ്ട് സോജൻ ചേട്ടൻ്റെ പരിമിതമായ സൗകര്യത്തിൽ ജീവിക്കാൻ യാതൊരു വിഷമവുമില്ല. പക്ഷേ തടസ്സങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ്. തൻ്റെ ഇടത്തോടെ നിന്നാൽ ചിലപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കും. എത്ര വലിയ പ്രതികൂല സാഹചര്യമാണെങ്കിലും നേരിടുക തന്നെ. എല്ലായിടത്തും തോറ്റുകൊടുത്താൽ ശരിയാവില്ലല്ലോ. തൻ്റെ ജീവിതം താനാണ് തീരുമാനിക്കുന്നത്. അതിൽ ആരും ഇടപെടാൻ സമ്മതിച്ചാൽ ശരിയാവില്ല. സമ്മതിക്കരുത്. അതാണ് വേണ്ടത്. വിവിധങ്ങളായ ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. റിൻസി ഉറക്കം തെളിയുമ്പോൾ വണ്ടി പനമരം പാലം കടന്നിരിക്കുന്നു. ഇത്രയും സമയം താൻ ഏതു വഴിയാണ് വന്നതെന്ന് പോലും അവൾക്കറിയില്ല.
അതുപോലുള്ള ഉറക്കമായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ സോജൻ സൈഡ് സീറ്റിൽ ചാരിയിരിക്കുന്നുണ്ട്. ഉറങ്ങുകയല്ല എന്ന് തോന്നുന്നു. തന്നെപ്പോലെ തന്നെ എന്തെങ്കിലും തീരുമാനങ്ങളുമായി ഇരിക്കുകയായിരിക്കും. മാനന്തവാടിയിലെത്തിയപ്പോൾ 5:30 കഴിഞ്ഞു. റിൻസി നേരെ ജ്വല്ലറിയിലേക്ക് കയറി. അവിടെ ചെറിയാച്ചനുണ്ടായിരുന്നു. ചെറിയാച്ചന് വീട്ടിലേക്ക് പോകാൻ ഇനി അരമണിക്കൂർ കൂടി താമസമുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും സമയം ജ്വല്ലറിയുടെ മാനേജർ കസേരയിൽ ചെറിയാച്ചൻ തന്നെ അവളെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. എന്നായാലും ഇതിലൊക്കെ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഇരുന്ന് പഠിച്ചു. ഇനി ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണെങ്കിലും ഒഴിവ് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കണം. എന്നിട്ട് കണക്കുകളും കാര്യങ്ങളുമൊക്കെ നോക്കുകയും ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു പഠിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ചെറിയാച്ചൻ്റെ കാലം കഴിയുമ്പോഴും ഇത് നടത്താൻ ആളുണ്ടാവുകയുള്ളൂ. എനിക്ക് ശേഷം നിങ്ങളാണിതെല്ലാം ചെയ്യേണ്ടത്. റിൻസിക്ക് ആകെ മടിയുള്ള കാര്യമായിരുന്നു അത്. പ്രധാന കാരണം സോജൻ അവിടെ സെയിൽസ് സൂപ്പർവൈസറായി നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്ഥാനത്തിരിക്കാൻ അവൾക്ക് ന്യായമായി മടി തോന്നും. അവൾ സോജൻ്റെ നേരെ നോക്കിയപ്പോൾ അയാൾ തന്നെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവൾ പോയി ആ കസേരയിൽ ഉറച്ച് ഇരുന്നത്. ആ ജ്വല്ലറിയിലെ എല്ലാ സ്റ്റാഫിനുമൊന്നും അവളെ അറിയുകയുമില്ലായിരുന്നു. അവിടെ പോയതുകൊണ്ടും മാനേജർ കസേരയിൽ ഇരുന്നതുകൊണ്ടും ജ്വല്ലറിയിലെ എല്ലാ സ്റ്റാഫും അവളെ പരിചയപ്പെട്ടു. അതിനിടയിൽ ഏതോ ഒരു കല്യാണ ഓർഡർ വന്നതുകൊണ്ട് സോജനും ബാക്കിയുള്ളവരും നല്ല തിരക്കിലായി. അവരുടെ സെലക്ഷൻ തീരുന്നതിന് മുൻപ് തന്നെ ചെറിയാച്ചൻ വന്ന് റിൻസിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പിന്നീട് ശരിയാക്കിക്കൊള്ളും. അതിന് അക്കൗണ്ടൻ്റ് ഉണ്ട്. ജ്വല്ലറി പൂട്ടിയതിന് ശേഷം മാത്രമേ സോജൻ വീട്ടിലേക്ക് പോകാറുള്ളൂ. സോജൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ചെറിയാച്ചൻ നേരത്തെ പലപ്പോഴും വീട്ടിലേക്ക് പോകുന്നത് തന്നെ. അവനുണ്ടെങ്കിൽ താൻ അവിടെ ഉള്ളതുപോലെ തന്നെയാണ്. ഇന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജ്വല്ലറിയിൽ നിന്ന് പോരില്ലായിരുന്നു. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വലിയ പാർട്ടിയാണ്. വലിയൊരു തുകയുടെ സാധനങ്ങൾ വാങ്ങും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവിടെ നിന്നും പോരാൻ തോന്നില്ല. കാര്യം സോജൻ അവിടെ ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. സ്വന്തം പോലെ തന്നെ എല്ലാം ചെയ്തുകൊള്ളും. ഞാൻ ബസ്സിന് പോയിക്കൊള്ളുമായിരുന്നല്ലോ. ചാച്ചൻ അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ലേ? എനിക്ക് ബസ്സിന് പോയാലും ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്താനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാലും നിന്നെ കണ്ടപ്പോൾ നിൻ്റെ കൂടെ വീട്ടിലേക്ക് പോരാനാണ് എനിക്ക് തോന്നിയത്. ഒരു തോന്നൽ വന്നാൽ അതിനനുസരിച്ച് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പോന്നുവെന്നേ ഉള്ളൂ. ഇനി തിരിച്ച് കടയിലേക്ക് പോകണമെങ്കിൽ പോയിക്കോ. അടുത്ത സ്റ്റോപ്പിൽ എന്നെ നിർത്തിയാൽ മതി. ഞാൻ വരുന്ന ബസ്സിന് കയറി വീട്ടിലേക്ക് പോയിക്കോളാം. ചാച്ചൻ മനസ്സില്ലാ മനസ്സോടെ വരണമെന്നില്ല. ചെറിയാച്ചൻ ഒരു തീരുമാനമെടുത്ത് ഒരു വഴിക്കിറങ്ങിയാൽ അത് തിരിച്ചു പോകാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഇപ്പോഴും തിരിച്ചു പോകുന്നില്ല. നീ ഈ കഴിഞ്ഞ ആഴ്ചയെങ്ങാനും കോളേജിൽ നിന്നും ജിൻസിനെ കണ്ടായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ഒരു കോളേജിൽ അല്ലേ പഠിക്കുന്നത്? ക്ലാസ് തുടങ്ങിയ ദിവസം ചേട്ടനെ ഒന്ന് കണ്ടതല്ലാതെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ക്ലാസ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചു പോയിട്ടുമില്ല. അവർ രണ്ടുപേരും അവിടെ നിന്ന് വല്ലപ്പോഴുമെങ്കിലും കാണുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ട് കണ്ട് മനസ്സുകൾ അടുത്തുകൊള്ളുമായിരിക്കും. അയാൾ മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് ജീപ്പ് ഓടിച്ചു പോയി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന് അല്ലേ? ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കേ.